പിന്നെ ട്രിവാൻഡ്രത്ത് നാഗർകോവിലേക്ക് വരണതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം ട്രിവാൻഡ്രത്ത് നാഗർകോവിലേക്ക് വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള റൂട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവം എടുക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. കാരണം മോള് നല്ല ഉറക്കമായിപ്പോയി. അപ്പോൾ അവളെ പിടിച്ചിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നടന്നില്ല. അങ്ങനെ കുറച്ച് തിരക്കിലായിപ്പോയി. ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാനും അവളും കൂടെ സ്വാതിയും കൂടെ നമ്മൾ ഒരു എന്താ പറയുക തിരുനെൽവേലി പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുനെൽവേലിയിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ അവിടുത്തെ ഫേമസ് തലപ്പാക്കട്ടി ബിരിയാണി, അത് എൻ്റെ ഫേവറേറ്റ് അല്ല, സ്വാതിയുടെ ഫേവറേറ്റ് ആണ്. റെസ്റ്റോറൻറ്റിൽ കയറി എന്തോ പോലെ തന്നെ ഫുഡൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം തലപ്പാക്കട്ടി, മട്ടൻ, ചിക്കൻ എല്ലാ ഐറ്റംസും നമ്മൾ അവൈലബിൾ ആണ്. തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണി അതാണ് ഇവിടുത്തെ ഫേമസ്. മട്ടനാണ് ഇവിടുത്തെ ഫേമസ്. തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമൽ ചിക്കനൊക്കെ നാട്ടുകോഴി എന്ന് പറയുന്നത് നാടൻ കോഴി, അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ രസം സൂപ്പ് എന്ന് പറയും, രസം സൂപ്പ്, അതൊന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സൂപ്പ് ഇവിടുത്തെ സൂപ്പ് തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്? നാട്ടിലെ സൂപ്പ് തമ്മിൽ എന്തായാലും ഇൻഗ്രീഡിയൻസിന്റെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഒരു രസം സൂപ്പ് എന്ന് പറയും, നമ്മുടെ നോർമൽ രസമില്ലേ അതുപോലെ തന്നെയായിരിക്കും. പക്ഷെ അതിന് ചിക്കൻ്റെ ഫ്ലേവേഴ്സ് അതൊരു എന്താ പറയുക, അവരുടെ ഒരു കുസീൻ്റെ ഭാഗമാണ്. അതപ്പം ഇവിടെ ഹോട്ടലിൽ തന്നെ അല്ല, ഞങ്ങളുടെ നെയ്ബേഴ്സൊക്കെ അത് തന്നെ ഉണ്ടായി കഴിക്കണം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് മറ്റേ ഇത് ഈ കോലുള്ള കുറേ കേട്ടിട്ടുണ്ട്. നമ്മുടെ മറ്റേ ഒരു ഇർഫാനല്ല അവൻ്റെ അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. പുള്ളി കഴിക്കുമ്പോൾ പുള്ളിയുടെ ഒരു പ്ലേറ്റിൽ ഫുള്ള് ആ ഹോട്ടലിൽ ഫുള്ള് നോൺ മെനൂസ് അല്ലാണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു കോംബോ ഓഫറും വരുന്നുണ്ട്. അതായത് നമുക്കൊരു സൂപ്പ്, ഒരു ഈ കോല ഉരുണ്ട, പിന്നെ എന്തെങ്കിലും 65 എന്ന രീതിയിൽ ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്യാം. ബിരിയാണി ഐറ്റം ഒന്നേ ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ബിരിയാണിയാണ് ഫേമസ്. അപ്പോൾ നമുക്ക് ചിക്കനും മട്ടനും വെറൈറ്റി ട്രൈ ചെയ്യാൻ വേണ്ടിയായിട്ട് നമ്മൾ കോംബോ എടുത്തിട്ടില്ല. ലൈക്ക് ആ കോംബോ വരുന്നത് 750 രൂപയ്ക്കാണ്. ഒരു സൂപ്പ് ഉണ്ടാവും, ഒരു സ്റ്റാർട്ടർ ഉണ്ടാവും, ഒരു ബിരിയാണി ഐറ്റം ഉണ്ടാവും, പിന്നെ ഒരു കൊത്തു പൊറോട്ട ഐറ്റം ഉണ്ടാവും, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടാവും. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊത്തു പൊറോട്ട നമ്മൾ വേണ്ട, നമുക്ക് വേണ്ടത് ബിരിയാണിയാണ്. ഇവിടെ ബിരിയാണിയാണ് ഫേമസ്. അതായത് എന്താ പറയുക, നമ്മൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, അതായത് എന്താണ് ബിരിയാണി ഹെവനോ എന്തൊരു പേരുണ്ടായിരുന്നല്ലോ അല്ലേ, ബിരിയാണി എന്തൊരു ബിരിയാണിക്കാണ് ഇത് ഫേമസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചിക്കൻ ബിരിയാണി, ഒരു മട്ടൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഫുഡ് നമുക്ക് ഇപ്പോൾ നോക്കാം, കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയും. ചിക്കൻ രസം ഫുള്ള് മല്ലിയിലയാണ്. മല്ലിയില, പിന്നെ കണ്ടോ മല്ലിയില കണ്ടോ, മല്ലിയിലയുണ്ട്, ചിക്കൻ ഉണ്ട്, രസമാണ്. രസം അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് ചിക്കൻ്റെ. നല്ല കുറവാണെന്ന് തോന്നുന്നു എനിക്ക്, നോക്കി നോക്കാം.
എനിക്ക് എന്തായാലും ആ ഓർഡർ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് വരുന്നില്ലല്ലോ. അത്ര ഇൻട്രസ്റ്റ് അല്ല, ഒരു സാധാ രസം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ കുറച്ച് ചിക്കൻ്റെ പീസുണ്ട്, വേറെ ചിക്കൻ്റേതായിട്ടൊരു ഫ്ലേവറോ സംഭവങ്ങളൊന്നും കാണുന്നില്ല. മല്ലിയിലയുടെ ഫ്ലേവർ ഒരുപാടുണ്ട്. മല്ലിയിലയാണ് കൂടുതലുള്ളത്. ഇത് കണ്ടോ, ഇതിൻ്റെ പേരാണ് കോല ഉരുണ്ട എന്നുള്ള സംഭവം. മീറ്റ് ബോളാണത്. ഇതെന്തോ ഫേവറേറ്റ് സംഭവമാണ് ഇവിടുത്തെ. ഇതിപ്പോൾ മറ്റേ ഇതിൻ്റെ പേരാണ് കോല ഉരുണ്ട എന്നുള്ള സംഭവം. മീറ്റ് ബോളാണത്. ഇതെന്തോ ഫേവറേറ്റ് സംഭവമാണ് ഇവിടുത്തെ. ക്രിസ്പി ലെയറാണ് ഉള്ളിൽ. പക്ഷേ ആ ഒരു മട്ടൻ്റെ ഒരു ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കോട്ടിങ് മട്ടൻ്റെ ഒരു കുത്തോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമുക്കൊരു ഭയങ്കര ഒരു സോഫ്റ്റാണ്, ഉള്ളിലേക്ക് അലിഞ്ഞു പോകുന്ന പോലെ. സത്യം പറഞ്ഞാൽ എനിക്കിത് വലിയൊരു താല്പര്യം. വെറും രസം, പ്ലെയിൻ രസം. നമ്മുടെ നാട്ടിൽ രസത്തിന് ഇതിനേക്കാളും കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കൂടുതലും മല്ലിയില മാത്രം കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ കുറച്ച് ചിക്കൻ പീസസ്, ചിക്കൻ ബ്രോത്തുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ചിക്കൻ്റെ ഫ്ലേവർ ഒന്നും കിട്ടുന്നില്ല. ചിക്കൻ ബ്രോത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അതിൻ്റെ ഒരു കൊഴുപ്പില്ലേ. പിന്നെ എന്താ പറഞ്ഞാൽ കോല ഉരുണ്ട മീറ്റ് ബോളാണ്. മട്ടനല്ലേ, മട്ടനാണ്. മട്ടൻ്റെ വലിയ ഫേവറേറ്റ് ആളല്ല. എൻ്റെ ഫേവറേറ്റ് മീറ്റല്ല മട്ടൻ. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ നല്ലൊരു ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ട്. ഉള്ളിൽ അത്യാവശ്യം നല്ല ഒരു മുഷി ഒരു ഫീലുണ്ട്. ഓളാം അടിപൊളി. നമ്മൾ നോർമലി മട്ടന് ഒരു റോ സ്മെൽ ഉണ്ടാവാറുണ്ട്. എനിക്കതാണ് മട്ടൻ വലിയ താല്പര്യമില്ലാത്തത്. പക്ഷേ ഇത് കൊള്ളാം. ഇത് വേറെ എന്തൊക്കെയോ സംഭവം മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് മട്ടൻ്റേതായിട്ടുള്ള ആ ഒരു വേറൊരു ഇത് ഏത് മീറ്റാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും നല്ല രീതിക്ക് അവർ വേറെ എന്തൊക്കെ സ്പൈസ് എല്ലാം ആഡ് ചെയ്ത് നല്ല രീതിക്ക് അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രഞ്ചിയാണ്. ഉള്ളൊരു സ്മൂത്ത് നല്ലൊരു സ്പഞ്ച് ഫീലുണ്ട്. സംഭവം കൊള്ളാം. അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. മട്ടനും ഉണ്ട്, ചിക്കനും ഉണ്ട്, കറി വയ്ക്കുന്നുണ്ട് ഇവിടെ. ബിരിയാണി കിട്ടിയതും സ്വാതിര കൺട്രോൾ പോയിരിക്കുകയാണ്. വേറെ എന്ത് കിട്ടിയാലും അതെ, മട്ടൻ ബിരിയാണിയുടെ മുന്നിൽ ഒന്നുമില്ല. അല്ല, ബിരിയാണി എന്ന് പറഞ്ഞാൽ റൈസ് ഇച്ചിരി കളർഫുൾ ആയിരിക്കണം. അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. എന്തായാലും ചിക്കൻ ബിരിയാണി അവർ വേറൊരു ഗ്രേവി കൂടെ തന്നിട്ടുണ്ട്. ഇത് ചിക്കനാണോ മട്ടനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മട്ടൻ എന്നാണ് തോന്നുന്നത്. മട്ടൻ തന്നെയാണ്. ഗ്രേവി ഉണ്ട്, പിന്നെ നല്ല കട്ടി തൈര്. അത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചാണ് കഴിക്കേണ്ടത്. അടിപൊളിയാണ്. മട്ടൻ ചിക്കൻ കഴിയത് ബിരിയാണി
ആ മട്ടന് ഒരു റോ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നുമില്ല. ഇത് ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ തന്നെ അരയ്ക്കുന്ന ഒരു സ്പൈസസ് ഉണ്ട് അത്ര, അത് വെച്ചുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം അത് അറിയാനുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് സ്പൈസസ് അല്ല, കുറച്ചുകൂടി അല്ല അല്ല, ഇത് ഡിഫറൻസ് ആണ്. അത്യാവശ്യം ഒരു 5-6 പീസസും ഉണ്ട്. അടിപൊളി. മീറ്റിൽ ഒരുപാട് ഫ്ലേവറിനെ പറയാനില്ല, പക്ഷേ ഉള്ള ഫ്ലേവർ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അതെന്തോ ആ റൈസ് നല്ല സോഫ്റ്റ്, നല്ല എന്താ പറയുക ഫ്ലഫി ആയിട്ടുള്ള റൈസ്. ചെറിയ റൈസാണ്. സാധാരണ എനിക്ക് ചെറിയ റൈസ് ഇഷ്ടം, അല്ലെങ്കിൽ ലെങ്തി റൈസാണ് ഇഷ്ടം. പക്ഷേ ഈ റൈസ് നല്ല ചെറിയ റൈസ് ആയിരുന്നാലും നല്ല ഫ്ലേവർഫുള്ളായ റൈസ്. അതുപോലെ നല്ല ബ്രൗൺ കളറാണ്. അപ്പോൾ എന്തൊക്കെയോ അവർ നല്ല ഫ്ലേവേഴ്സ് ഉണ്ടാവാനായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവമാണ്. ഇതിൽ വേറെ ഒന്നും വേണമെന്നില്ല, വേറെ അതിൽ കേടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് വേണമെന്നില്ല. അല്ലാതെ റൈസ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണെന്നില്ല, അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ടാണ്. കാരണം ഒരു 3 മണി സമയമൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ടാണെന്നല്ല. അതുതന്നെ ഞാൻ ബിരിയാണിയുടെ നല്ലൊരു ഫാനല്ല, പക്ഷേ എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. സോഫ്റ്റ് ചിക്കൻ എന്തായാലും വന്നത് എന്തായാലും വർത്തായി. ഞാൻ വിചാരിച്ചു ഒരു വലിയ എന്താ പറയുക ഫ്ലേവർ എന്നല്ലാതെ ഒരു സാധാ എന്തായാലും ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതെന്തായാലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം. ഒരു സാധ്യ അവിടെ അത് വേറെ സംസാരമൊന്നുമില്ല. അവളങ്ങനെ ബിരിയാണി കിട്ടിയപ്പോൾ തൊട്ട് അതിങ്ങനെ ഡിവാർ ചെയ്യാൻ തുടങ്ങിയിട്ടാണ്, നിർത്തിയിട്ടില്ല. എന്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് തീർക്കാതെ ഇനി വേറെ വെരി ഗുഡ്. പക്ഷേ എൻ്റെ കുറച്ചുകൂടി വലുതാണ് ഇതിവിടെ. എൻ്റെ ഇത് വന്നുള്ള പാത്രം കുറച്ചുകൂടി വലുതാണ്. ഇവിടെ മട്ടൺ ഐറ്റംസ് ഫേമസ്, അതുകൊണ്ടാണ് അവർ മട്ടൺ കുറേ വെറൈറ്റി ആയിട്ട് ലൈക്ക് പോർഷൻസ് കൊടുക്കുന്നത്. ഹാഫ് പോർഷൻ, ക്വാർട്ടർ പോർഷൻ. എനിക്ക് തോന്നുന്നു ചിക്കണിന് അങ്ങനെ പോർഷൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ നോർമൽ കിട്ടുന്ന പോലെ. ഇത് മട്ടൺ 1/4 പോർഷനാണ്, ബോൺലെസ് ആണ്. ഒരു പീസിൽ പോലും ബോണില്ല. എനിക്ക് തോന്നുന്നു ആ ബോണൊക്കെ വെച്ചിട്ടാണ് അവരെ കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് സൈഡായിട്ട് കൊടുക്കുന്നത്. നല്ല കൊഴുപ്പുണ്ടല്ലേ? നല്ല കൊഴുപ്പുള്ള കറി മാത്രമല്ല, ഞാൻ ഒരിടത്തും മട്ടൺ കറി സൈഡ് ഡിഷായിട്ട് വിത്തൗട്ട് പേ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കൊടുക്കുമായിരിക്കും, നമ്മൾ സാധാ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ തരുമായിരിക്കും. പക്ഷെ മട്ടൺ അത്യാവശ്യം നല്ലൊരു ബോൺ പീസ് ആയിരുന്നു. അല്ല, നമുക്കിനി ബില്ല് വരുമ്പോൾ അറിയാം ഇനി എന്തുകൊണ്ടാണ് എന്താണ് അവർ മട്ടൻ കറി കൊടുത്തതിൻ്റെ പിന്നെയുള്ള രഹസ്യം നല്ല കണ്ടറിയാം. അങ്ങനെ ആ ഒരു ആഗ്രഹം സ്വാതിയുടെ വലിയൊരു സംഭവമായിരുന്നു. അതങ്ങോട്ട് പൂർത്തീകരിച്ചു കൊടുത്തു. തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണം എന്നുള്ളത്.
എന്തായാലും എനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അങ്ങനെ അത്ര വലിയൊരു എന്താ പറയുക ഡെയിലി കഴിക്കാന്നുള്ള സംഭവമൊന്നുമല്ല. ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്ക് ട്രൈ ട്രൈ നോക്കുന്ന സംഭവം കൊള്ളായിരുന്നു. എന്തായാലും ഒരു പ്രത്യേക ഒരു വെറൈറ്റി നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ടൈപ്പ് ഒരു ബിരിയാണിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ പോവാണ്.